യെസ്, ബി രാധാകൃഷ്ണമേനോൻ, അധികാര കേന്ദ്രീകരണം പിണറായിയിൽ. പിണറായി വിജയനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പി ചിത്തരഞ്ജൻ MV ഗോവിന്ദനെ വിമർശിച്ചത്. ഗോവിന്ദൻ്റെ ലോബി അല്ലെങ്കിൽ കണ്ണൂർ ലോബി അത് പാർട്ടിയിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഞാൻ നേരത്തെ പാണ്ഡ്യാല ഷാജിയോടും പറഞ്ഞത് അതാണ്. അത് പണ്ട് മുതലേ ഉള്ള ഒരാക്ഷേപം ആണ്. അതിനെ ആർക്കും പരസ്യമായി ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ പിണറായി പോലും വിമർശിക്കപ്പെടുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയുള്ളൊരു സൂചനയല്ലേ ഇത്തരം വിമർശനങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കേരളത്തിലെ കമ്മ്യൂണിസം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ അതിൻ്റെ അവസാനത്തെ പേര് മാത്രം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമായി ആശയത്തിൽ 100% അപ്രസക്തമായിക്കൊണ്ട്, അല്ലെങ്കിൽ അത് അപ്രസക്തമാണ് എന്ന് പ്രായോഗികമായി തിരിച്ചറിയുന്ന ഒരു കൂട്ടം ആളുകളുടെ ജീവിക്കാൻ വേണ്ടിയുള്ള ഉപാധിയായിട്ട് മാറിയതുകൊണ്ടാണ് ഇന്ന് ഈ പിണറായിയുടെ ബിംബത്തെ, ആ ബിംബത്തെ പൂജിച്ചുകൊണ്ട് ആ പിണറായിയുടെ ആശീർവാദത്തോടു കൂടി സംഘടനയെ നയിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രം അവരുടെ താല്പര്യാർത്ഥം കൊണ്ടു നടക്കുന്ന ഒരു ഏർപ്പാടാക്കി. കാരണം എല്ലാ ജനാധിപത്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ടെന്നൊക്കെ അവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രിയപ്പെട്ട ഗോവിന്ദ മാഷ ആണല്ലോ അതിന്റെ സെക്രട്ടറി. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ പഴയ കാല കമ്മ്യൂണിസവുമായി ബന്ധമുള്ള ആളുകളെല്ലാം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് ഈ ഒരു സംഘടനാ തലത്തിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലാതെ അവിടെ ഇരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു വ്യക്തി എന്നതിനപ്പുറത്ത് പാണ്ഡ്യാല ഷാജി പറഞ്ഞാണ് ശരി, കൈക്കാരൻ, പിണറായിയുടെ കൈക്കാരൻ. അതെ, പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം അദ്ദേഹം അത് നേരിട്ട് അറിയുന്നയാള്. അപ്പൊ ആ നിലയിലുള്ള ഒരു കൈക്കാരനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഏർപ്പാട്, ആ ഏർപ്പാടായി കമ്മ്യൂണിസം മാറുമ്പോൾ കമ്മ്യൂണിസം കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ പിണറായിസമായി മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു. ഇപ്പൊ കമ്മ്യൂണിസം പിണറായിസമാണ് എന്ന് നാക്കെടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഓരോ തരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ സുധാകരൻ കവിത എഴുതിയപ്പോ കുന്തവും കുടചക്രവും ഒക്കെ കവിതയുടെ ഭാഗമായി. അദ്ദേഹത്തിന് സജി ചെറിയാന്റെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങൾ കവിതയുടെ രൂപത്തിൽ. എന്നാൽ കാരണം പാർട്ടിയുടെ ഗ്രൂപ്പ് സംവിധാനത്തിൽ ആരൊക്കെ പിണറായിയുടെ കുഴലൂത്തുകാരാണോ അവര് മാത്രം ഈ കാര്യങ്ങളെല്ലാം കൈയടക്കി വെച്ചുകൊണ്ട് ഈ സംവിധാനത്തെ പൂർണ്ണമായും ദുരുപയോഗം ചെയ്യുമ്പോൾ, സുധാകരൻ കവിത എഴുതിയത് SFIക്കാർക്ക് നന്നാക്കാനാണ് എന്ന് പറയുമ്പോൾ അതേ SFIക്കാർ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ചിട്ട് പിണറായി വളരെ താല്പര്യത്തോടുകൂടി അഭിനന്ദിച്ചുകൊണ്ട് ആണ് പല കാര്യങ്ങളെയും കുറിച്ച് മുൻകാലത്ത് സൂചിപ്പിച്ചു. അപ്പൊ അതേ രീതിയിൽ അപ്പൊ ആ പിണറായിസം ഇവിടുത്തെ കമ്മ്യൂണിസത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. പിണറായി പാറപ്പുറത്ത് തുടങ്ങിയ പാർട്ടി ഇന്ന് അതിന്റെ ആഗോളതലത്തിലുള്ള ആശയപരമായ പ്രസക്തി പരിപൂർണമായി അപ്രസക്തമായി എന്ന് തിരിച്ചറിവ് കേരളത്തിൽ ഉണ്ടായപ്പോൾ 47-ൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ, 1957-ൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന, 47-ൽ നമ്മുടെ നാട് സ്വതന്ത്രമായി, 51-ൽ കേരളമുണ്ട്. ആ 57-ൽ കേരളത്തിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസം ഇന്ന് ആ ഒരു കമ്മ്യൂണിസത്തിന് ചെങ്കൊടി എത്രയാണ്? എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് കമ്മ്യൂണിസം നടപ്പാക്കുന്നത് എന്നാണ്. അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ ഭരണത്തിന് ഗുണപരമായ മുഖം നൽകിയെന്ന് അവകാശപ്പെടുന്ന അച്യുതമേനോൻ, അദ്ദേഹം ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്കാലത്ത് ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച കാര്യം, അതിനുശേഷം CPI കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസം നടപ്പാക്കുന്നത് എന്ന് വിശ്വസിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അവിടെ പോയി. അങ്ങനെ വന്നപ്പോ അവരെല്ലാവരും ചേർന്ന് കോൺഗ്രസിനൊപ്പം ചേർന്നാൽ കോൺഗ്രസുമായി ചേർന്നാണ് കമ്മ്യൂണിസം നടപ്പാക്കാൻ കഴിയുന്നത് എന്ന് അവർ വിശ്വസിച്ചു കുറെ കാലം. ഇന്നിപ്പോ അതിന്റെ തുടർച്ചയായിട്ട് ഈ നാട്ടിലാകെ എത്ര കമ്മ്യൂണിസം ഉണ്ടായി? അത് ഗൗരിയമ്മയുടെ കമ്മ്യൂണിസവും ഫിലിപ്പ് പ്രസാദിന്റെ കമ്മ്യൂണിസവും എല്ലാം ഇങ്ങനെ പല പല കമ്മ്യൂണിസം. അപ്പൊ ആ പല കമ്മ്യൂണിസങ്ങൾ വരുമ്പോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോ
ഏറ്റവും വലിയ കമ്മ്യൂണിസം ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് CPM കമ്മ്യൂണിസം ഈ നാട്ടിൽ ആളുകളെ സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിക്കുന്ന സംവിധാനത്തെ അക്ഷരാർത്ഥത്തിൽ കുറെ ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് ആ ആശയത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് അവർ തന്നെ അംഗീകരിച്ചിരിക്കും. പിന്നെ ഭരണപരമായി ഇപ്പോൾ മുതലാളിത്തത്തെ സ്വീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ പുതിയ കമ്പനികൾ വരണം, പുതിയ സംവിധാനങ്ങൾ വരണം എന്നെല്ലാം ആശയപരമായി നയവ്യതിയാനങ്ങളും ഉണ്ടാവുകയാണ്. ഇപ്പൊ തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പൊതുമേഖലയിൽ PPP ആവാന്നുള്ളതാണ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. ചില പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അവസ്ഥ ദുർബലമാണ്, അവയെ രക്ഷിക്കാൻ വേണ്ടി പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ആവാം എന്ന് പറയുന്നു. നമുക്കറിയാം നേരത്തെ സ്വകാര്യ സർവകലാശാലകൾക്ക് അല്ലേ അംഗീകാരം. സർവകലാശാല മാത്രമല്ല, ഇപ്പൊ സ്വകാര്യവൽക്കരണം നരേന്ദ്രമോദി സർക്കാർ പല തലത്തിലും നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് രാജ്യവിരുദ്ധമാണ് മോഡി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഫാസിസമാണ് മോഡി എന്ന് പറയുന്ന അതേ ആളുകൾ ഇന്നിപ്പോ അതേ പാതയിൽ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ഇനിയിപ്പോ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന് അപ്രസക്തമാണ് എന്നറിയുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നു കാലങ്ങൾ കഴിയുമ്പോൾ ഒരുപക്ഷെ അവര് ഇപ്പോ അവര് കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗം, നാളെ അവര് NDAയുടെ ഭാഗമായി വരാനും തയ്യാറാണ് എന്ന മാനസികാവസ്ഥയിൽ എത്തിയാൽ അത്ഭുതപ്പെടേണ്ട. എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത് ആശയപരമായി കമ്മ്യൂണിസം പരിപൂർണമായി അപ്രസക്തമായി ഇനിയും ആ സംഘടനയ്ക്ക് പ്രസക്തിയില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഭരണരംഗത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അവരുടെ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം പരിപൂർണമായി ഉപേക്ഷിക്കുവാൻ ആ ഭരണ സംവിധാനം, ആ പാർട്ടി സംവിധാനം ഇന്ന് തയ്യാറാവും. ആ തയ്യാറാവലാണ് ഈ നയവ്യതിയാനം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി കമ്മിറ്റിയിലൂടെ സമൂഹത്തിന്റെ മുന്നിലേക്കും പാർട്ടി സഖാക്കളുടെ മുന്നിലേക്കുമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി ഇന്ന് പരിശ്രമിക്കുന്നത് എന്ന് 100% വ്യക്തമാണ്. കാരണം അതിനപ്പുറത്ത് ഈ ആശയം പറഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകാനാവില്ല. പാർട്ടിക്ക് വീണ്ടും 3ാം പ്രാവശ്യവും അധികാരത്തിൽ വരും എന്ന പ്രതീതിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ കേരളത്തെ സംബന്ധിച്ച് ഈ പാർട്ടിയെ തിരിച്ചറിഞ്ഞവരോ ഈ പാർട്ടി ഭരണത്തിന്റെ അനുഭവങ്ങൾ അനുഭവിച്ചവരോ ഒരു കാരണവശാലും ഇനി അവർക്ക് വോട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല. പക്ഷേ ഒരു തവണ കൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം അതോടുകൂടി അതിന്റെ അവസാനമായിരിക്കും. ഒരു 5 വർഷം കൂടി ജനങ്ങൾ അനുഭവിക്കട്ടെ, മലയാളികൾ അനുഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഉള്ളുകൊണ്ട്. പിന്നെ ഇവരുടെ ശല്യം ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹവുമുണ്ട്. ഏതായാലും ഇത് ഭരണത്തിലൂടെ, കാരണം ബംഗാളിൽ ജ്യോതി ബോസു 5 വർഷം കൊണ്ട് 5 തവണ കൊണ്ടോ അല്ലെങ്കിൽ 6 തവണ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നത് അല്ലേ, എത്രയോ വർഷങ്ങൾ അവിടെ തുടർ ഭരണം നടന്നു. ആ ഭരണത്തിലൂടെ അതെ അത്രയേറെ 10-50 വർഷം ബംഗാളിൽ കമ്മ്യൂണിസത്തിന്റെ ഒരു കാലഘട്ടമായിട്ട് അവർ പറയുന്നുവെങ്കിൽ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയതിന്റെ ചരിത്രം പിണറായിക്ക് അവകാശപ്പെടാൻ സാധിക്കും. പിണറായിയുടെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ചെന്നെത്താനുള്ള അദ്ദേഹത്തിന്റെ വ്യഗ്രതയും അത് പാർട്ടി തലത്തിൽ പാർട്ടി സഖാക്കന്മാര് എന്ന് അവകാശപ്പെടുന്നവരെ കൂടി അതിന്റെ ഭാഗമാക്കി മാറ്റാനും നടത്തുന്ന പരിശ്രമം, ഇതെല്ലാം കാണുമ്പോൾ ഇപ്പോ പഞ്ചായത്ത് തോറും ബാർ അനുവദിക്കുമ്പോൾ, പഞ്ചായത്ത് തോറും സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് വേണ്ടതാണ്, വികസനത്തിന്റെ ഭാഗമാണ്, ആ വികസനമാണ് നാട്ടിൽ ആവശ്യം എന്ന പുതിയ വ്യാഖ്യാനമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. ഈ ബാർ നടത്തിപ്പുകാരാണ് എന്ന് പരിശോധിക്കുമ്പോൾ അതിന്റെ എല്ലാം പിന്നിൽ സഖാക്കന്മാരെ വ്യക്തമായിട്ട് കാണാം. അവരുടെ പണം, അവരുടെ കയ്യിൽ കുമിഞ്ഞു കൂടുന്ന പണം, ആ പണം നിക്ഷേപിക്കാനുള്ള ഉപാധിയായിട്ട് നാട്ടിലുടനീളമുള്ള ബാറുകളെ മാറ്റുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് നിഷേധിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാദേശികമായിട്ട് നിങ്ങൾ ഓരോരുത്തരും കേൾവിക്കാർക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. ഓരോ സ്ഥലത്തും നടക്കുന്ന ഈ പുതുതായി ആരംഭിക്കുന്ന പഞ്ചായത്തുകളിൽ ആരംഭിക്കുന്ന ബാറിന്റെ സോഴ്സ് അവിടെ, ആ സോഴ്സിലേക്ക് ചെല്ലുമ്പോൾ ഒന്നുകിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയോ പാർട്ടി ഏരിയ സെക്രട്ടറിയോ പാർട്ടി നേതാക്കന്മാരുടെയോ ഒക്കെ പോക്കറ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ സ്രോതസ്സിലേക്ക് ഈ കാര്യങ്ങൾ ചെന്നെത്തുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിൽ നിന്നുള്ളത്.
ആ നിലയിൽ ഒരു പാർട്ടി, രാഷ്ട്രീയ പാർട്ടി അധപ്പതിക്കുമ്പോൾ അതിന് ഏറ്റവും പറ്റിയ സെക്രട്ടറി തീർച്ചയായിട്ടും ഗോവിന്ദ മാഷാണ്. ഒരു സംശയവുമില്ല. കാരണം അങ്ങനെയുള്ള ഒരവസ്ഥയെ ഇപ്പോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് പിണറായി കേരളത്തില് ലാവ്ലിൻ കുംഭകോണത്തിലൂടെ അല്ലെ ലാവ്ലിൻ കേസിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലൂടെ പാർട്ടിക്ക് തന്നെ വിഹിതം നേടിക്കൊടുത്ത കഥ നമുക്കറിയാം. പാർട്ടി സംവിധാനം, ബാലാനന്ദൻ കമ്മിറ്റി അന്വേഷിച്ച് പിണറായിയുടെ ആ ഇടപാടിൽ വലിയ അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തിയ ചരിത്രം നമുക്കറിയാം. അപ്പൊ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ തരത്തിലുള്ള പിണറായിയുടെ പ്രവർത്തനങ്ങൾ ദശാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ ചെറുക്കാൻ വേണ്ടി ഒരു വിഭാഗം പരിശ്രമിക്കുന്നു. കമ്മ്യൂണിസം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആശയപരമായി ആ സംവിധാനത്തെ ഉൾക്കൊണ്ടവർ, അതിന്റെ ഭാഗമായി ജീവിച്ചവർ, അതിന്റെ ഭാഗമായി ത്യാഗം ചെയ്തവർ, ആ തലമുറയൊക്കെ ഇതിനെ അന്നു മുതൽ എതിർത്തിരുന്നു. പക്ഷെ ഇന്ന് അവരെ എതിർക്കാൻ പോലും കഴിവില്ലാത്തവരായി, അഭിപ്രായം പറയാൻ കഴിവില്ലാത്തവരായി മാറിയപ്പോ ചില ആളുകൾ കഴുത കാമം കരഞ്ഞു തീർക്കുന്നു എന്ന് പറയുന്നത് പോലെ കവിത എഴുതി തീർക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെയ്ത് ചെന്നെത്തുന്നു. അതിനപ്പുറത്ത് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരുടെ പ്രസ്ഥാനമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിൽ ആ കമ്മ്യൂണിസത്തിന്റെ അവസാനത്തെ വക്താവും പ്രയോക്താവും മുഖ്യമന്ത്രിയും എല്ലാമായി പിണറായി മാറുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ.